ഹായ് ഹലോ വെൽക്കം ടു CC Plus. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അക്കൗണ്ടൻസിയുടെ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ്. അതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ബിസിനസ്സൊക്കെ മിനിമം എന്താണ് പ്രോഫിറ്റ് മോട്ടീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. ഇനി പ്രോഫിറ്റ് മോട്ടീവ് എന്നതല്ലാതെ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ നമുക്ക് തോന്നണം ഇവിടെ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നത് അല്ലെ. നമുക്കറിയാം സാധാരണ ഒരു ബിസിനസ് ആവുന്ന സമയത്ത് ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്നത് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ് ആണ് അല്ലെ. പ്രോഫിറ്റ് മോട്ടീവ് ആണ് ബിസിനസിന്റെ സാധാരണ ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്? ഇവിടെ ആ പ്രോഫിറ്റ് അല്ല, ഇവിടെ പ്രോഫിറ്റ് അല്ല മെയിൻ മോട്ടീവ്. എന്താണ് മെയിൻ മോട്ടീവ്? ഇവിടെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്നത് വെൽഫെയർ ഓഫ് സൊസൈറ്റി ആണ്. സൊസൈറ്റിയുടെ വെൽഫെയർ ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു മോട്ടീവായിട്ട് വരുന്നത്. സോ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി എന്നത് മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് നമ്മളിവിടെ എന്ത് പറയാം? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇനി ഏതൊക്കെ ആയിരിക്കും അവിടെ വരിക? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ അല്ലെ, പലതരത്തിലുള്ള ക്ലബ്ബുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലബ്ബുകൾ അല്ലെ. അത്തരത്തിലുള്ള ക്ലബ്ബുകൾ, അതേപോലെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇവിടെ എന്ത് വരിക? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വരിക. അവർക്ക് ഒരിക്കലും എന്ത് വേണ്ട? പ്രോഫിറ്റ് വേണ്ട. അവർ ഇറങ്ങുന്നത് അല്ലെ, അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ അവരുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ്, അതിൽ ഏതെങ്കിലും മാറ്റം ഉണ്ടോ എന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ refers to the organization that are for used for the welfare of the society and are set up as charitable institutions which function without any profit motive. ഇവിടെ രണ്ട് പോയിന്റ് ആണുള്ളത്. എന്താണ്? ഫംഗ്ഷൻ വിത്തൗട്ട് എനി പ്രോഫിറ്റ് മോട്ടീവ്. അവിടെ പ്രോഫിറ്റ് മോട്ടീവ് അല്ല എന്ത് വരുന്നത്? ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെന്താണ് അടുത്തൊരു പോയിന്റ്? They are used for the welfare of the society അല്ലെ. സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ, then the major source of their income usually are subscription from their members, donation, grants in aid, income from investment, etc. അതായത് ഇവർക്ക് പ്രധാനമായിട്ടുള്ള ഇൻകം വരുന്നത്, നമുക്കറിയാം സാധാരണഗതിയിൽ മറ്റൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ എന്താണ്? സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, ഇതിലൂടെയാണ് അവർക്ക് എന്ത് വരുന്നത്? ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. പക്ഷെ ഇവിടെ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനോ ഇവിടെ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഇൻകം എന്നത് എന്തൊക്കെയാണ്? യൂഷ്വലി സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ വരിസംഖ്യ, സബ്സ്ക്രിപ്ഷൻ ആണ്. അടുത്തെന്താണ്? മെമ്പേഴ്സിന്റെ എന്തെങ്കിലും ഡൊണേഷൻ ഉണ്ടെങ്കിൽ, മെമ്പേഴ്സിന്റെ വല്ല ഡൊണേഷൻ ഉണ്ടെങ്കിൽ, കൂടാതെ ഗ്രാൻഡുകള്, അതുപോലെ എന്താണ്? ഇൻകം ഫ്രം അതർ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയൊക്കെയാണ് പ്രധാനപ്പെട്ട എന്തായിട്ട് വരിക? അവരുടെ ഇൻകം സോഴ്സ് ആയിട്ട് വരിക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാനുള്ള ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇതേപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫൈനൽ അക്കൗണ്ട് ഉണ്ട്. അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അല്ലെ. അത്തരത്തിൽ അവർക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ 2-3 മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയാത്? സാധാരണഗതിയിൽ പ്രോഫിറ്റ് മോട്ടീവായ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യുക എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അല്ലെ. ഇത് മൂന്നാണ് അവർ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. സോ ഇവിടെ ഒരു ട്രേഡിംഗ് കൺസേൺ അല്ലാത്ത കൊണ്ട് തന്നെ അവർക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇല്ല. മറിച്ച് പുതിയ 2 അക്കൗണ്ട് ആണ്. അതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദെൻ ലാസ്റ്റ് വൺ ബാലൻസ് ഷീറ്റ്. ഈ മൂന്നാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ 3 അക്കൗണ്ടും എന്താണെന്നും അതിലെ കണ്ടന്റുകൾ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. എന്താ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? നോക്കൂ. It is prepared at the end of the accounting year on the basis of cash receipt and cash payment recording in the cash book. അതായത് എത്രത്തോളം റെസിപ്റ്റുകൾ വന്നിട്ടുണ്ട്, എത്രത്തോളം പേയ്മെന്റുകൾ വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളാണ് അവിടെ നോക്കുക. ഓക്കെ, നമ്മളെ ഒരു ഇയറിൽ എത്രത്തോളം റെസിപ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്, അതേപോലെ പേയ്മെന്റുകൾ എത്ര ആയിട്ടുണ്ട്, ഈ കാര്യങ്ങളാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്യും? വേരിയസ് ഹെഡ് ആയിട്ട് അവിടെ എന്ത് ചെയ്യും? കൊടുക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം എന്തൊക്കെയാണ് അവിടെ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്. ഇതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. എന്തൊക്കെ വരും ഇവിടെ? ക്യാഷ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് വരും ഒരു സൈഡില്, സബ്സ്ക്രിപ്ഷൻസ്, ജനറൽ ഡൊണേഷൻ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. ഇപ്പുറ സൈഡിലോ പേയ്മെന്റുകൾ, വേജസ് ഉണ്ടെങ്കിൽ അത്, റെന്റ്, റേറ്റ് ആൻഡ് ടാക്സുകൾ, ഇൻഷുറൻസ് ഉണ്ട്, അത് പ്രിന്റ് ആൻഡ് സ്റ്റേഷനറി,
ഇത്തരത്തില് രണ്ട് സാധാരണ അക്കൗണ്ട് തന്നെ, പക്ഷെ അവിടെ അക്കൗണ്ടിന്റെ നെയിം എന്തായിട്ട് മാറും? റെസിപ്റ്റ് ആയിട്ട് മാറും, പേയ്മെന്റ് ആയിട്ട് മാറും. ഇത് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. സോ ഇത്തരത്തിലുള്ള അക്കൗണ്ട് ആയിരിക്കും ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുക, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്തൊരു അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താ ഈ അക്കൗണ്ട് പറയുന്നത്? നമ്മൾ സാധാരണഗതിയിൽ പ്രോഫിറ്റ് കൺസേൺ ആണെങ്കിൽ, പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ബിസിനസ്സുകളാണെങ്കിൽ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അല്ലെ. നമുക്ക് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ എന്താണ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നു. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. സോ ഇവിടെ എന്തില്ല? പ്രോഫിറ്റ് മോട്ടീവ് അല്ല. സോ നമുക്ക് അവിടെ P&L നിർമ്മിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ P&Lന്റെ എല്ലാ വിധത്തിലുള്ള, അതായത് P&L പോലെ തന്നെയാണ് ഇവിടെ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു സൈഡിൽ ഇൻകം എന്നും ഒരു സൈഡിൽ എക്സ്പെൻസ് എന്നുമാണ് എഴുതുക. ഓക്കെ, ദെൻ നോക്കാം. അത് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ അക്കൗണ്ടിങ് ഇയർ. അക്കൗണ്ടിങ് ഇയറിലാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുക. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പോലെ തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പോലെ തന്നെയാണ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് ഓൺലി റവന്യൂ ഐറ്റംസ് ആൻഡ് ദി ബാലൻസ് അറ്റ് ദ എൻഡ് റെപ്രസെന്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സാധാരണഗതിയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ലാസ്റ്റ് ബാലൻസ് ഉണ്ട് അല്ലെ. ബാലൻസ് ഒന്നുകിൽ എന്തായിരിക്കും? ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും അല്ലെ. നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടെ അതിന് രണ്ട് പേരാണ്. അതാണ് ഒന്നാമത്തത് സർപ്ലസ് എന്നും ഡെഫിസിറ്റ് എന്നും. സർപ്ലസ് എന്നും ഡെഫിസിറ്റ് എന്നും. സർപ്ലസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻകം കൂടുതലായ അവിടെ സർപ്ലസ് ആണ്, എക്സ്പെൻഡിച്ചർ കൂടുതലായാലും അവിടെ എന്താ? ഡെഫിസിറ്റ് ആണ്. ഇതാണ് ഒരു വ്യത്യാസം ഉള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിലായിരിക്കും അവിടെ എന്ത് വരും? നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഒരു ഉദാഹരണം. നോക്കൂ, ഒരു സൈഡിൽ എക്സ്പെൻഡിച്ചർ വരും, മറ്റേ സൈഡിൽ എന്ത് വരും? ഇൻകം വരും അല്ലെ. എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാ വരുന്നത്? സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സൺട്രി ഡെപ്റ്റേഴ്സ് കാര്യം വരും. കൂടാതെ ഇവിടെ സർപ്ലസ് ആണ്, സർപ്ലസ് ഇവിടെ വരും. ദെൻ സബ്സ്ക്രിപ്ഷൻ, എൻട്രൻസ് ഫീ, അതേപോലെ തന്നെ ഡൊണേഷൻ, റെന്റ് ഓൺ ഹയർ എന്നൊക്കെ വരും. കൂടാതെ ഇവിടെ ഡെഫിസിറ്റ് ആണെങ്കിൽ അവിടെ ഡെഫിസിറ്റും വരും. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ എന്തില്ല? വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ ബിസിനസ് കൺസേൺ പ്രിപ്പയർ ചെയ്യുന്ന തരത്തിലുള്ള ബാലൻസ് ഷീറ്റ് തന്നെയാണ് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെന്തില്ല? വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, സാധാരണ ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം എവിടെ എന്താണ് അത് എങ്ങനെയാണ്. നോക്കൂ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഫോർ അസർട്ടൈനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. ദെൻ the preparation of their balance sheet is on the same pattern as that of the business entities. അതായത് ബിസിനസ് എന്റിറ്റീസിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അസറ്റും അതേപോലെ തന്നെ ലാബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സാധാരണ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യമായിട്ട് പറയേണ്ട നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്സും കാര്യങ്ങളും. ഇനി ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതിന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളുണ്ട്. കൂടാതെ ചില കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് സബ്സ്ക്രിപ്ഷൻസ്. നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവും അല്ലെ. എന്തുണ്ടാവും? കറണ്ട് ഇയർ ഉണ്ടാവും, അതേപോലെ തന്നെ പോയ വർഷത്തെ ഉണ്ടാവും, ഇനി അടുത്ത വർഷത്തെ അഡ്വാൻസ് തരാനുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യണം? പല സ്ഥലങ്ങളിലും കൂട്ടിയും കുറച്ചും നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട് സബ്സ്ക്രിപ്ഷൻ അല്ലെ. അത്തരത്തിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? അതൊരു കൺഫ്യൂസ്ഡ് ഏരിയ ആണ്. സാധാരണഗതിയിൽ ഏത് വർഷത്തെ കുറയ്ക്കണം, എങ്ങനെ കുറയ്ക്കണം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ആ ക്ലാസ് ആണ് അടുത്തൊരു സെഷനിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടത്, സബ്സ്ക്രിപ്ഷൻ. ആ സബ്സ്ക്രിപ്ഷൻ ആണ് നമുക്ക് എങ്ങനെ സബ്സ്ക്രിപ്ഷൻ എഴുതണം, എങ്ങനെയാണ്, എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ലെസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അതേപോലെ സബ്സ്ക്രിപ്ഷനെ പോലെ തന്നെ വരുന്ന മറ്റ് 2-3 ഐറ്റങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ +1 +2 അക്കൗണ്ടൻസിയുടെ ക്ലാസ് ആണ് നടന്നു പോകുന്നത്. അക്കൗണ്ടൻസി ഒരിക്കലും ഒരു ബാലികേറ മലയൊന്നുമല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ CC+ എന്നും നിങ്ങളെ കൂടെ ഉണ്ട്.
സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ സബ്സ്ക്രിപ്ഷനും അതേപോലെ മറ്റു ഇത്തിരി കൺഫ്യൂസ്ഡ് ഏരിയയെ നിങ്ങളെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി ഈസി ആയിട്ടുള്ള മെത്തേഡുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വരാം. അതുവരെ ബൈ.